ഞാൻ കഴിഞ്ഞ ദിവസം സർക്കാർ ജീവനക്കാരുടെ കൈക്കൂലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനിടയിൽ വന്ന് പൊങ്കാലയിട്ടവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു സർക്കാർ ഡോക്ടറുടെ കൈക്കൂലിയും ആർത്തിയും മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വി ശിവപ്രസാദിന്റെ ലീലാവിലാസങ്ങൾ. അത് കേട്ടാൽ ആർക്കായാലും ദേഷ്യം വരും, ഇല്ലേ? മാസം 3 ലക്ഷം രൂപയാണ് പുള്ളിക്ക് സർക്കാർ ശമ്പളമായി കൊടുക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം വാങ്ങി സുഖമായി ജീവിക്കാൻ ഇത് പോരാഞ്ഞിട്ടാണോ ഇയാൾ ഈ അത്യാഗ്രഹം കാണിക്കുന്നത്? ശരിക്കും നാണമില്ലേ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ വൻതുക ശമ്പളവും കൈപ്പറ്റി നിയമവിരുദ്ധമായി മലപ്പുറം കോട്ടക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഈ കക്ഷി. അവിടെ നിന്ന് മാസം 7 ലക്ഷം രൂപ വേറെയും ശമ്പളം വാങ്ങിയിരുന്നു. കോഴിക്കോട് വിജിലൻസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗികളെന്ന വ്യാജേന അവർ ചെന്ന് ഡോക്ടർ വി ശിവപ്രസാദിനെ കൈയോടെ പൊക്കി. കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഇയാൾക്ക് മുൻപും ഇതേ പരിപാടിയുടെ പേരിൽ നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെയും കാത്ത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയ പദവിയിലിരിക്കുന്നവർ കൂടുതൽ പണത്തിനു വേണ്ടി സ്വകാര്യ ആശുപത്രികളിൽ പോയിരിക്കുകയാണ്. കോഴിക്കോട് വിജിലൻസ് സംഘം ഇയാളെ കൃത്യമായി വലയിലാക്കി. സർക്കാർ ശമ്പളവും വാങ്ങി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഇങ്ങനെയുള്ള എല്ലാ ഡോക്ടർമാർക്കെതിരെയും ശക്തമായ നടപടി തന്നെ വേണം. അവരെ കയറൂരി വിടരുത്. ഒന്നുകിൽ സർക്കാർ ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാതെ പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കണം. രണ്ടും കൂടി വേണ്ട, ഏതെങ്കിലും ഒന്നുപോലെ. എങ്കിലേ ഇതൊക്കെ ഒരു പരിധിവരെയെങ്കിലും അവസാനിക്കൂ. ഇത് ഒരു ശിവപ്രസാദ് അല്ല, ഒരുപാട് ശിവപ്രസാദന്മാർ നമുക്കിടയിലുണ്ട്. ജോലി ചെയ്യുന്ന സർക്കാർ ആശുപത്രിയുടെ തൊട്ടടുത്ത് വേറെ റൂമെടുത്ത് വാതിലും തുറന്നിട്ട് ഭിക്ഷക്കാരെ പോലെ യാചകരെ പോലെ രോഗികളെ കാത്തിരിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെയൊക്കെ പൂട്ടണം. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് നീതി കിട്ടണം.